Hey, good morning, dear students. Welcome back to the online English class. In the last section, we have discussed about the chapter The 100 Dresses, Part 1. We have discussed about the summary and the explanation of the chapter. In this section, we are going to resume from where we have stopped in last class. So turn your chapter to page number 66 and second last paragraph. As for Maddie, this business of asking Wanda every day how many dresses and how many hats and how many this and that, she was bothering her. Maddie was poor herself. She usually wore someone's hand-me-down clothes. Hand-me-down clothes എന്ന് പറയുന്നത് എന്തുവാ, പഴയ വസ്ത്രങ്ങൾ. അതായത് ആരെങ്കിലും അതിട്ട് ഒരുപക്ഷെ അവർക്ക് ചെറുതായത് കൊണ്ടായിരിക്കാം, അപ്പം അവർ അടുത്ത ആൾക്കാർക്ക് അത് കൊടുക്കത്തില്ലേ, അതേപോലെ ആ കൊടുക്കുന്ന ക്ലോത്ത്സിന് തന്നെ ഹാൻഡ് മീ ഡൗൺ ക്ലോത്ത്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ പറയുകയാണ്, പക്ഷെ മാഡി തനിക്ക് ഈ വാൻഡിയോട് എല്ലാ ദിവസവും എത്ര ഹാറ്റ് ഉണ്ട്, എത്ര അതുണ്ട്, എത്ര ഇതുണ്ട്, ഇതൊക്കെ ചോദിക്കുന്നില്ല. പുള്ളിക്കാരിക്ക് വലിയ താല്പര്യമില്ല. കാരണം മാഡി പുള്ളിക്കാരി തന്നെ ഒരു വളരെ നിർധനരായ ഒരു ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ താൻ അത്രയും പോഷ് ഡ്രസ്സുകളൊന്നുമല്ല ഇടുന്നത്, മറിച്ചോ എന്തുവാ താൻ ഈ മറ്റുള്ളവർ തനിക്ക് ഡൊണേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ തനിക്ക് കൊടുക്കുന്ന ആ വസ്ത്രങ്ങളിട്ടാണ് താനും വരുന്നത്. താങ്ക് ഗുഡ്നസ് ഷീ ഡിഡ്ന്റ് ലീവ് അപ്പോൺ ദി ബോഗൻസ് ഹൈറ്റ്സ് ഓർ ഹാവ് എ ഫണി നെയിം. അപ്പോൾ തന്നെ എൻ്റെ അനുഭവിക്കുന്ന പ്രശ്നം ഈ കുട്ടിയും അതേ ഇഷ്യൂ ഫേസ് ചെയ്ത് തന്നെ. പക്ഷേ താൻ ജനിച്ച സ്ഥലവും തൻ്റെ പേരും അത്രയും ഫണ്ണി അല്ലാത്തത് കൊണ്ട് താൻ എന്തുവാ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് രക്ഷപ്പെട്ടു പോവുകയാണെന്ന്. Sometimes when Peggy was asking Wanda those questions in that mocking, polite voice, Mandy felt embarrassed and studied that marbles in the palm of her hand, rolling them around and saying nothing herself. Not that she felt sorry for Wanda. Exactly, she would never have paid any attention to Wanda if Peggy hadn't invented the dresses game. But suppose Peggy was all the others started on her next, she wasn't as poor as Wanda, perhaps, but than to say she had 100 dresses. Still, she would not like for them to begin on her. She wished Peggy would stop teasing Wanda Petrosky. അപ്പോൾ പെഗി വാൻഡേനെ കളിയാക്കുമ്പോൾ തന്നെ താൻ എന്ത് പറയുകയാണ്, താനും ഒരു പുവർ ഫാമിലി പെട്ടതാണ്. സോ ഇവര് വാൻഡേനെ കളിയാക്കുന്നെങ്കിൽ ഒരു പക്ഷേ നാളെ ആരെയും കളിയാക്കും, നമ്മുടെ മാഡിനെയും ഒരു പക്ഷേ കളിയാക്കും. അപ്പോൾ താൻ പറയുകയാണ്, ഓക്കെ, ചില സമയത്ത് ഈ കളിയാക്കുന്നതിലൊക്കെ തനിക്ക് ഒത്തിരി സങ്കടം വരാറുണ്ട്. അപ്പോൾ തന്നെ ഇവരെല്ലാവരും കളിയാക്കാൻ നേരത്തെ ഇവള് ഒത്തിരി കാര്യങ്ങളൊന്നും ഇൻ്റർഫിയറും ചെയ്യാറൊന്നുമില്ല. കാരണം താനും ഒരു പുവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് താനും വന്നിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, താൻ അതിന് ഒപ്പോസ് ചെയ്യുന്നില്ല എങ്കിലും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ തനിക്കൊരു ആഗ്രഹമുണ്ട് പെഗി വാൻഡേനെ ടീസ് ചെയ്യുക, കളിയാക്കുന്നത് ഒന്നും നിർത്തിയായിരുന്നുവെങ്കിൽ നിർത്തണം എന്നൊരു മതിയായ ആഗ്രഹം തൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ താൻ ഒരിക്കലും അത് തുറന്നു പറയുന്നില്ല. Today, even though they had been late to school, Maddie was glad she had not had to make fun of Wanda. അപ്പോൾ പറയാണ്, ഈവൻ ദോ അവർക്ക് സ്കൂളിൽ എത്താൻ ലേറ്റ് ആയെങ്കിൽ പോലും തനിക്ക് ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട്. കാരണം ഇന്ന് തനിക്ക് ആ കളിയാക്കലിൽ തന്നെ എംബാരസ് ചെയ്യുന്ന ആ ഒരു റിച്വൽ എന്ന് തന്നെ പറയാം, അതിൽ പാർട്ടാകണ്ട എന്നാണ് തനിക്ക് തോന്നിയത്. She worked her arithmetic problem absence immediately. 8 times 8. Let's see. She wished she had the nerve to write Peggy a note because she knew never would have the courage to speak right out to Peggy to say, "Hey Peg, let's stop asking Wanda how many dresses she had." അപ്പോൾ താൻ പറയുന്ന nerves, to have nerves എന്ന് പറഞ്ഞാൽ ആ ധൈര്യം, ആ കറേജ് എന്ന വേർഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് യൂസേജ് ആണ്. അപ്പോൾ ഇവിടെ താൻ പറയുകയാണ്, ഒരുപക്ഷെ തനിക്ക് അത്രത്തോളം ധൈര്യം ഉണ്ടായിരുന്നുവെങ്കിൽ താൻ എഴുന്നേറ്റ് പെഗിയോട് പറഞ്ഞേനെ, ഹേ പെഗി, ഈ ചെയ്യുന്ന കളിയാക്കൽ നിർത്തുക, ഇനി വാണ്ടേനെ നീ കളിയാക്കരുത്,
ഇനി അങ്ങനെ സംസാരിക്കരുതെന്ന് പറയാൻ ധൈര്യമുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും താൻ പെഗിയോട് ഈ കളിയാക്കൽ നിർത്താനായിട്ട് പറയുമായിരുന്നു എന്നാണ് താൻ പറയുന്നത്. When she finished her arithmetics, she did start a note to Peggy. സോ തൻ്റെ അർത്ഥമാറ്റിക്സ് വർക്കും കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം താൻ പെഗിക്ക് വേണ്ടി ഒരു നോട്ട് താൻ എഴുതുകയുണ്ട്. സഡൻലി ഷീ പോസ്ഡ് ആൻഡ് ഷട്ടേഡ്. അപ്പോൾ എളുപ്പമെന്ന് എഴുതിക്കൊണ്ട് താൻ എളുപ്പമെന്ന് ഒരു നിമിഷം നിർത്തുകയും താൻ എളുപ്പം ഷട്ടേഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ, താൻ എളുപ്പമെന്ന് നിർത്തി ആ ചെയ്യുന്ന മോഷൻസ് മൊത്തം ഒരു നിമിഷം കൊണ്ട് പോസ് ചെയ്തിട്ട് താൻ ഒരു നിമിഷം താൻ എന്ത് ചെയ്യാണ്, താൻ ചിന്തിക്കുകയാണ്. ഷീ pictured herself in the schoolyard. ആ പെഗിക്ക് ഈ വാൻഡേനെ കളിയൊക്കെ നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ട് എഴുതാമെന്ന് കരുതി താൻ എടുത്ത് വളരെ വളരെ ആ ഒരു എനർജറ്റിക് ആയിട്ട് റൈറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ എളുപ്പം താൻ ഒരു നിമിഷം പോസ് ചെയ്തു, ഒരു നിമിഷം താൻ വെയിറ്റ് ചെയ്തു. എന്നിട്ട് താൻ തന്നെ ആ സ്കൂൾ യാർഡിൽ തന്നെ ഒന്ന് പിക്ചർ ചെയ്ത് തൻ്റെ മൈൻഡിൽ എ ന്യൂ ടാർഗറ്റ് ഫോർ പെഗി ആൻഡ് ദി ഗേൾസ്. താൻ പറയുകയാണ്, ഇപ്പോൾ താൻ പെഗിക്ക് എതിരെ നിൽക്കുകയാണെങ്കിൽ വാണ്ട, പിന്നെ ഒപ്പം വാണ്ടയോടൊപ്പം തന്നെ താനും എല്ലാവരും അവഗണിക്കപ്പെട്ട എല്ലാവരും കളിയാക്കുന്ന ഒരു ആളായി തീരുമെന്ന് തനിക്ക് എന്ത് ചെയ്ത് തനിക്ക് മനസ്സിലായി. പെഗി മൈറ്റ് ആസ്ക് ഹർ where she got that dress and she had on, and Maddie would have to say it was one of Peggy's old one that Maddie's mother has tried to disguise with the new thing so no one in the room 13 would recognize it. അപ്പോൾ താൻ തന്നെ പിക്ചറൈസ് ചെയ്യുകയാണ്. താൻ പെഗിക്കെതിരെ സംസാരിക്കുകയാണെങ്കിൽ ഈ ഇന്ന് വാണ്ട നിൽക്കുന്ന അതേ സ്ഥലത്ത് തന്നെ ആർക്കും നിൽക്കേണ്ടി വരും, നമ്മുടെ പെഗിക്കും നിൽക്കേണ്ടി വരും. പെഗിക്കല്ല, നമ്മുടെ മാഡിക്കും നിൽക്കേണ്ടി വരും. പെഗി തന്നോട് ചോദിക്കുകയാണ്, നിനക്ക് ഡ്രസ്സ് എവിടുന്നാ കിട്ടിയേ എന്ന് ചോദിക്കുകയാണ്. സത്യത്തിൽ താൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരാൾ യൂസ് ചെയ്ത് തനിക്ക് കൊടുത്ത ഡ്രസ്സാണ്. അത് പെഗിയുടെ തന്നെ പഴയ ഡ്രസ്സിങ് ആണ്. അതിലേക്ക് ചില പുതിയ ട്രിമ്മിങ്ങും ചില ഓൾട്ടർനേഷനൊക്കെ വരുത്തിയിട്ടാണ് തൻ്റെ മദർ തനിക്ക് ഡ്രസ്സ് കൊടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ റൂം നമ്പർ 13, അതായത് ആ ക്ലാസ് റൂമിലുള്ള ആർക്കും ഈ ഡ്രസ്സ് തൻ്റെ പഴയ ഡ്രസ്സാണ് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. താൻ പെഗിക്കെതിരെ സംസാരിക്കുവാണെങ്കിൽ എന്തുവാ, അവിടെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാഡിയായി പോവും. അങ്ങനെയൊക്കെ പുള്ളിക്കാരി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. If only Peggy would decide of her own accord to stop having fun of Wanda. Oh well, Maddie ran her hand through her short blonde hair as though to push an uncomfortable thought away. What difference did it make? Slowly, Maddie tore in the bits the knot she had started. She was Peggy's best friend, and Peggy was the best like girl in the whole room. Peggy could not possibly do anything that was really wrong, she thought. അപ്പോൾ താൻ ഈ പോസിബിലിറ്റീസും താൻ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ താൻ ചിന്തിക്കുകയും അതിനെപ്പറ്റി ആലോചിക്കുകയൊക്കെ ചെയ്തപ്പോൾ തനിക്കൊരു കാര്യം മനസ്സിലായി, അല്ലെങ്കിൽ വേണ്ട, താൻ എഴുതിക്കൊണ്ടിരുന്ന പേപ്പർ എളുപ്പം കീറിക്കളഞ്ഞിട്ട് എളുപ്പം തൻ്റെ ബ്ലോണ്ട് ഹെയർ എന്ന് പറയുന്നത് പുള്ളിക്കാരുടെ മുടി, ആ ഹെയറിൻ്റെ ഇടയിൽ കൂടി പതുക്കെ കൈ വെച്ചിട്ട് ഒരു അൺകംഫർട്ടബിൾ തോട്ടിനെ ഒന്ന് പുഷ് ചെയ്ത്, അതായത് ഒന്നും വിട്ട് കളയുക. ആ രീതിയിൽ താൻ ചെയ്തിട്ട് എളുപ്പം കയ്യിൽ താൻ എഴുതിയിരുന്ന നോട്ട് ബിറ്റ് ബൈ ബിറ്റായിട്ട്, കാരണം ആരെങ്കിലും കണ്ടാലും പ്രശ്നം തന്നെയാണ്, ബിറ്റ് ബൈ ബിറ്റായിട്ട് അത് കീറിക്കളഞ്ഞിട്ട് പുള്ളിക്കാരി എന്ത് ചെയ്തു, കീറിക്കളഞ്ഞിട്ട് അതിന് ചോദിച്ചു, പെഗി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അവള് ഈ ഹോൾ റൂമിൽ, അതായത് ഈ 13 നമ്പർ റൂം എന്ന് പറയുന്നത് ഇവിടെ ക്ലാസ് റൂമിലെ എല്ലാ കുട്ടികളെക്കാട്ടും ഏറ്റവും നല്ല കുട്ടി എന്ന് പറയുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അവള് തെറ്റൊന്നും ചെയ്യത്തില്ല എന്ന് താൻ ചിന്തിക്കുകയാണ്. ആസ് ഫോർ വാൻഡ, she was just some girl who lived up upon the Balkans Heights and stood alone in the schoolyard. She scarcely even said something to anyone. The only time she talked was in the schoolyard about her 100 dresses. Maddie remembered her telling about one of her dresses, pale blue with colored trimming, and she remembered other that was brilliant jungle green with a green sash. You would too look like a Christmas tree in that, the girl has said in
പ്രിറ്റൻഡഡ് അഡ്മിറേഷൻ. പ്രിറ്റൻഡഡ് എന്ന് പറയുന്നത് എന്തുവാ? അഭിനയിച്ച് കാണിക്കുക. അഡ്മയർ എന്ന് പറയുന്നത് എന്താ? നമ്മൾ വളരെ വളരെ കൗതുകത്തോടെ ഒരു കാര്യത്തെ നോക്കുന്നതിന്, അത് ശ്രദ്ധിക്കുന്നതിനാണ് അഡ്മയറിങ് എന്ന് പറയുന്നത്. സോ അവർ ഇവളെ പതുക്കെ ഇളക്കും. നിനക്ക് എത്ര ഡ്രസ്സുണ്ട്, ആ ഡ്രസ്സ് എന്തുവാ, ഈ ഡ്രസ്സ് എന്തുവാ. അപ്പോൾ അവളുടെ ഡ്രസ്സിനെ പറ്റി ഇങ്ങനെ വർണ്ണിക്കാൻ നേരത്ത് അവർ പ്രിറ്റൻഡ് ചെയ്യും. അതായത് അഡ്മയർ ചെയ്യുന്നതായിട്ട് പ്രിറ്റൻഡ് ചെയ്തിട്ട് അവളെ കൊണ്ട് കൂടുതൽ പറഞ്ഞിട്ട് ആ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് അവളെ കളിയാക്കുകയും എല്ലാവരും നിന്ന് ചിരിക്കുകയും ചെയ്യും. Thinking about Wanda and her 100 dresses all lined up in a closet, Maddie began to wonder who was going to win the drawing and coloring contest. For girls, this contest consisted of designing dresses, and for boys of designing motorboats. Possibly, Peggy would win the gold medal. Peggy drew better than anyone else in the room. At least that's what everybody thought. She could copy a picture in a magazine or some film star's head so that you could almost tell who it was. Oh, Mattie was sure Peggy would win. Well, tomorrow the teacher was going to announce the winners. Then they would know. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ താൻ ചിന്തിച്ചുകൊണ്ടും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എളുപ്പം തന്നെ മനസ്സിൽ വരികയാണ്, ഓക്കെ അയ്യോ അടുത്ത ദിവസം എന്താ ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ വരികയാണ്. ആ ഡ്രോയിങ് കോമ്പറ്റീഷൻ വരാൻ നേരത്തെ എല്ലാവരും എന്തുമായിരിക്കും വരയ്ക്കുന്നത്? സോ ഫസ്റ്റ് ആരായിരിക്കും? അപ്പോൾ താൻ പറയണം, അതെ ഫസ്റ്റ് എപ്പോഴും എന്താ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ പെഗ്ഗിക്ക് തന്നെ ആയിരിക്കും ഫസ്റ്റ് കിട്ടുന്നത്. കാരണം താൻ വലിയൊരു ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റ് എന്ന് വെച്ചാൽ ഒരു വസ്തുവിനെ അതുപോലെ തന്നെ വരയ്ക്കും, ഒരു ആക്ടറിനെ വരയ്ക്കുന്നതൊക്കെ ഏകദേശം മനസ്സിലാകും. ഇപ്പോൾ ഷാറുഖ് ഖാനെ വരച്ചാൽ അത് ഷാറുഖ് ഖാനായിട്ടല്ല, പക്ഷേ ഷാറുഖ് ഖാനെ പോലെ ഇരിക്കുന്ന ഒരു പിക്ചർ കണ്ടാൽ അറിയാം അതൊരു ഷാറുഖ് ഖാൻ്റെ ഒരു കട്ടൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ തൻ്റെ പിക്ചറൊക്കെ വലിയ കുഴപ്പമില്ല. എന്നാൽ തന്നെ ആ ക്ലാസ്സിലുള്ളത് വെച്ച് ഏറ്റവും ബെസ്റ്റായിട്ട് ഡ്രോ ചെയ്യുന്നത് തൻ്റെ ഫ്രണ്ടായ പെഗ്ഗിയാണ്. അപ്പോൾ താൻ പറയുകയാണ്, അതെ എൻ്റെ ഫ്രണ്ടായ പെഗ്ഗിക്കായിരിക്കണം ഫസ്റ്റ് കിട്ടുന്നതെന്നാണ് താൻ പറയുന്നത്. നെക്സ്റ്റ് ഡേ ഇറ്റ് വാസ് ഡാസ്ലിംഗ്. ഡാസ്ലിംഗ് എന്ന് പറയുന്നത് എ വെരി ലൈറ്റ് റെയിൻ വാസ് ഫോളിങ്. അതായത് ചെറിയ മഴ, നമ്മുടെ ഈ എന്താ പറയുക, നമ്മൾ ഈ ചാറ്റമഴ എന്നൊക്കെ പറയുന്നത് അതുപോലത്തെ ഒരു അടുത്ത ദിവസം ഇതൊരു മഴ ചെറുതായിട്ടൊന്ന് വീഴുകയാണ്. മാഡി ആൻഡ് പെഗി ഹറി ടു സ്കൂൾ അണ്ടർ പെഗീസ് അംബ്രല്ല. അപ്പോൾ പെഗി എന്ന് പറയുന്നത് എന്താ, ഒത്തിരി ഒബ്വിയസ്ലി പൈസ ഉള്ള വീട്ടിലെ കുട്ടിയാണ്. കാരണം പെഗിയുടെ പഴയ ഡ്രസ്സാണ് മാഡി ഇട്ടുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ മാഡിയും പെഗിയും കൂടി എളുപ്പമെന്ന് പെഗിയുടെ അംബ്രല്ലയുടെ അടിയിൽ രണ്ടുപേരും കൂടി എളുപ്പമെന്ന് സ്കൂളിലേക്ക് ഹറി ചെയ്ത് ഓടിപ്പോവുകയായിരുന്നു. Naturally, on the day like this, they didn't wait for Wanda Petrovsky on the corner of Oli Street, the street that far away under the railroad track and up the hills. Let the Boggins Heights anyway. They weren't taking chances of being late today because today was important. അപ്പോൾ എല്ലാ ദിവസവും ഇവർ പതുക്കെ വാണ്ടയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടാണ് താൻ വരുന്നത്. കാരണം വാണ്ടയും തങ്ങളുടെ ഫ്രണ്ടാണ്, പക്ഷേ കളിയാക്കുമെന്നേ ഉള്ളൂ. പക്ഷെ അന്ന് ആ ഒരു മഴയൊരു ടൈം ആയതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ക്ലൈമറ്റ് ആയതുകൊണ്ടും അന്ന് ഡ്രോയിങ് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ടും അവർ എന്ത് ചെയ്തില്ല, വാണ്ടയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ അവർ രണ്ടുപേരും കൂടി ഇമ്പോർട്ടൻറ്റ് ഡേ ആയതുകൊണ്ട് ഹറി ചെയ്ത് എന്ത് ചെയ്തു, അവർ സ്കൂളിലേക്ക് കടന്നു പോയെന്ന്. ഡു യു തിങ്ക് മിസ് മേസൺ വുഡ് അനൗൺസ് ദി വിന്നർ ടുഡേ ആസ് പെഗി? അപ്പോൾ പെഗി പറയുകയാണ്, നമ്മുടെ മിസ്സുണ്ട്, മിസ് മേസൺ, പുള്ളിക്കാരി ഇന്ന് തന്നെ ഇതിൻ്റെ വിജേതാവിനെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ഓ, ഐ ഹോപ്പ് സോ. ദ മിനിറ്റ് വി ഗെറ്റ് ഇൻ സെഡ് മാഡി, ഓഫ് കോഴ്സ് യു വിൽ വിൻ പെഗ്. അപ്പോൾ താൻ പറയുകയാണ്, അതെ നമ്മൾ ആ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അതിനുള്ള അനൗൺസ്മെന്റ് നടത്തുമായിരിക്കും. ഇവന്റെ പെഗ് നീ തന്നെ ജയിക്കും എന്ന് പറയുകയാണ്. ഹോപ്പ് സോ സെഡ് പെഗി ഈഗർലി. അപ്പോൾ ഈബി പറഞ്ഞു, അതെടാ നീ പറയുന്നത് പോലെ തന്നെ ഞാൻ ജയിച്ചാൽ മതിയായിരുന്നു എന്ന് വളരെ ഈഗറായിട്ട് താൻ ഉത്തരം പറയുകയാണ്. The minute they entered the classroom, they stopped short and gasped. They were drawing all over the room, on every ledge and window sill, the dazzling color and bright, lavish design, all drawn in great sheet
of wrapping paper. There must have been 100 of them all lined up. They must be the drawing for the context. They were. Everybody stopped and whistled or murmured admiringly. അപ്പോൾ ഇവർ ക്ലാസ്സിലേക്ക് ഓടി കയറാനും അവിടെ എന്താണ് ഈ റാപ്പിംഗ് പേപ്പർ, അതായത് വലിയ സെറ്റപ്പ് പേപ്പറിലൊന്നും ജസ്റ്റ് റാപ്പിംഗ് പേപ്പറിൽ ഒത്തിരി ഏകദേശം ഒരു 100 ഡ്രസ്സസ് എങ്കിലും കാണും. അതിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ഡിസൈനുള്ള പെയിൻറ്റിങ്സ് തൂക്കിയിട്ടിരിക്കുകയാണ്. എല്ലാവരും വളരെ കൗതുകത്തോടെ വളരെ അവർ ഫേക്ക് ചെയ്യുമല്ല, ട്രൂലി ദേ വർ അഡ്മയറിംഗ് ദി പിക്ചർ ദാറ്റ് വാസ് ഹാങ്ങിങ് അപ്പ് ദേർ. As soon as the class had assembled, Miss Manson announced the winner. Jack Beggles had won for the boys, she said, and his design for an outboard motto was an exhibition in room 12, along with the sketches by all the other boys. As for the girls, she said, although just 1 or 2 sketches were submitted by most, one girl and room 13 should be proud of her. This one girl actually drew 100 designs, all different and all beautiful. അപ്പോൾ താൻ ബോയ്സിലുള്ള ആ വരച്ച കുട്ടിയുടെ പറഞ്ഞിട്ട് പറയാണ്, അപ്പുറത്തെ റൂമിൽ താൻ റൂം നമ്പർ 12 താൻ വരച്ച ഫസ്റ്റ് കിട്ടിയ ആ ഡിസൈനും പ്ലസ് ബാക്കിയുള്ള കുട്ടികൾ വരച്ച പെയിൻറ്റിങ്ങും വെച്ചിട്ടുണ്ട്. പക്ഷേ ഗേൾസിൻ്റെ സൈഡിൽ നിങ്ങൾ ഒരാൾ 1 or 2 പിക്ചറൊക്കെ വരച്ച് തന്നുള്ളൂ. പക്ഷേ റൂം നമ്പർ 13 ഒരു പെൺകുട്ടിയുണ്ട്. അവൾ 100 പിക്ചർ അവൾ വരച്ച് തരികയും അതുമാത്രം ഓരോന്നും ഇറ്റ് വാസ് സോ എലഗൻറ്റ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് ആയിരുന്നു അതെന്ന് പറയുന്നത്. വി ആർ റിയലി പ്രൗഡ് ഓഫ് ഹർ എന്ന് അവിടെ ആ ടീച്ചർ പറഞ്ഞു. In the opinion of the judge, only one of the drawing is worthy of winning the prize. I am very happy to say that Wanda Petrosky is the winner of the girls medal. അപ്പോൾ താൻ പറയുകയാണ്, അപ്പോൾ പലരും പല പെയിൻറ്റിങ്ങും വെച്ചെങ്കിലും ജഡ്ജസ് പറയുന്നതനുസരിച്ച് ഒറ്റ ഒരു വിജയിതാവ് മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ വാൻഡ പെട്രോസ്കിയാണ് ഗേൾസ് മെഡൽ വിൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. Unfortunately, Wanda has been absent from school for some days and is not here to receive the applause. Applause എന്ന് വെച്ചാൽ എന്തുവാ? കൈകൊട്ടൽ, അഭിനന്ദനങ്ങൾ. That is due to her. പക്ഷേ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് എന്തുവാ വാണ്ട ക്ലാസ്സിൽ ആബ്സെൻ്റ് ആണ്. ആരും നോട്ടീസ് ചെയ്തില്ല. പിന്നെ കളിയാക്കാനായിട്ടാണ് അവർ ഒരു പക്ഷേ ലാസ്റ്റ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈവൻ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് പോലും എന്ത് ചെയ്തത്, നോട്ടീസ് ചെയ്തത് വാണ്ട ക്ലാസ്സിൽ ആബ്സെൻ്റ് ആണെന്ന്. സോ ഈ അപ്ലോസും ഈ അപ്രീസിയേഷനും ഒക്കെ ലഭിക്കാനായിട്ട് അല്ലെങ്കിൽ റിസീവ് ചെയ്യാനായിട്ട് താൻ അവിടെ ഇല്ലായിരുന്നു. Let us hope she would be back tomorrow. അപ്പോൾ തങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ ഒത്തിരി പറഞ്ഞു, ഓക്കെ നാളെ അവൾ വന്നാൽ മതിയായിരുന്നു എന്ന് തങ്ങൾ തന്നെ പറയാണ്. Now class, you must file around the room quickly and look at her exquisite drawing. Exquisite എന്ന് പറയുന്നത് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആണ് exquisite എന്ന് പറയുന്നത്. അപ്പോൾ താൻ പറയുകയാണ്, ആ ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ് നിങ്ങൾ ചുറ്റും നടന്ന് കാണുക എന്നാണ് പറയുന്നത്. The children burst into applause, and even the boys were glad to have a chance to stamp on a floor where their fingers in their mouth and whistle through they were not interested in dresses. "Look, Peg," whispered Maddie. "That's the blue one she told us about. Isn't it beautiful?" "Yes," said Peggy, "and there's the green one. Boy, and I thought I could draw." അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാഡി നോക്കിയേ, നമ്മളെ പെഗി നോക്കിയേ, അന്ന് അവൾ പറഞ്ഞ ബ്ലൂ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ ഡ്രസ്സല്ലേ ആ കാണുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ പെഗി പറയാണ്, അതെ അതാ ബ്ലൂ ഡ്രസ്സാണ്. അപ്പോൾ വേറൊരു പെയിൻറ്റിങ് കാണിച്ചിട്ട് ഈ ഗ്രീൻ വൺ, ഇതിനെപ്പറ്റിയാണ് അവൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇത് പറയുകയാണ്, ഇത്രത്തോളം ഒരു കലാബോധത്തോടെ ഇത്രത്തോളം പെർഫെക്റ്റോടെ എനിക്ക് വരയ്ക്കാൻ പറ്റിയായിരുന്നുവെങ്കിൽ എന്ന് ആ പെഗി അവിടെ നിന്നുകൊണ്ട് ചിന്തിക്കുന്ന അവിടെയാണ് ഓതറി ലെസൺ സമ്മറൈസ് ചെയ്യുന്നത്.
സോ വാട്ട് ഈസ് എ മോറൽ ഓഫ് ദി സ്റ്റോറി? നമ്മൾ ഈ പഠിച്ച ലെസൻ്റെ മോറൽ എന്തുവാ? ഇതിൻ്റെ മോറൽ ഒരു കാര്യമേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും ആരുടെയും അപ്പിയറൻസ് വെച്ച് ഡിസീവ് ചെയ്യരുത്. ആരെയും താഴ്ത്തി നമ്മൾ കാണരുത്. ഒരാളുടെ കഴിവെന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നിലവാരത്തിലായിരിക്കത്തില്ല ഒരു വ്യക്തിയുടെ കഴിവെന്ന് പറയുന്നത്. പക്ഷേ ഓരോ മനുഷ്യരും എന്താണ്, യുണീക്കാണ്. നാളെ നമ്മൾ ഏറ്റവും കൂടുതൽ കളിയാക്കുകയും ഏറ്റവും കൂടുതൽ താഴ്ത്തി കിട്ടുന്ന വ്യക്തിയായിരിക്കാം ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയങ്ങളെ കൈവരിക്കുന്നത്. അതുകൊണ്ട് ആരെയും തൻ്റെ ഇല്ലായ്മയിലാകട്ടെ, വസ്ത്രധാരണയിലാകട്ടെ, എന്തു തന്നെ ആകട്ടെ, ആരെയും നമ്മൾ കളിയാക്കരുത്, മോക്ക് ചെയ്യരുത്, ഹറാസ് ചെയ്യരുത്. ഒരു ടീസിങ് പോലും നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൻ്റെ ക്ലാസ്മേറ്റിനെ ചെയ്യരുത്. കാരണം എല്ലാവരും വാൻഡേനെ കളിയാക്കാൻ നേരത്താണെങ്കിലും വാൻഡയുടെ യഥാർത്ഥ സിറ്റുവേഷൻ ആർക്കും അറിയത്തില്ല. അവൾ ഫേസ് ചെയ്യുന്ന സ്ട്രഗിൾസ് ആർക്കും അറിയത്തില്ല. നമ്മൾ നമ്മുടെ കൂട്ടത്തിൻ്റെ കുട്ടീനെ കളിയാക്കുമ്പോൾ ആ വ്യക്തി, ആ കുട്ടിയുടെ യഥാർത്ഥ ഫാമിലി സിറ്റുവേഷൻ ഒന്നും നമുക്കറിയത്തില്ല. പക്ഷേ കളിയാക്കാൻ നേരത്തെ അവർക്കുണ്ടാകുന്ന വേദന, മനസ്സിൻ്റെ മുറിവ് എന്നൊക്കെ പറയുന്ന അതിൻ്റെ ആഴമൊക്കെ ഒത്തിരി വലുതാണ്. അത് തെറ്റായൊരു പ്രവണതയാണ് ബുള്ളിങ് എന്ന് പറയുന്നത്. സോ ഇവിടെ വാൻഡേനെ കളിയാക്കിയവരോട് തിരിച്ച് വാൻഡ നിന്ന് ഫൈറ്റ് ചെയ്യുമല്ല, അവരോട് വഴക്കിടുമല്ല. വാൻഡ ഒന്നും മിണ്ടിയില്ല. തൻ്റെ കഴിവുകളെ താൻ ട്രസ്റ്റ് ചെയ്തു. ഒരു ദിവസം തൻ്റെ ടാലൻറ്റ് കൊണ്ട് തന്നെ അവർ എന്ത് ചെയ്തു, തൻ്റെ സൈലൻസും തൻ്റെ ടാലൻറ്റും കൊണ്ട് തന്നെ തൻ്റെ ബുള്ളി ചെയ്തവർക്ക് താങ്കൾ ചെയ്ത തെറ്റ് അവർക്ക് മനസ്സിലായി. ഒരിക്കലും നമ്മളോട് അരഗൻ്റായിട്ട് ബിഹേവ് ചെയ്യുന്നവരോട് തിരിച്ച് അരഗൻ്റായിട്ട് ബിഹേവ് ചെയ്തല്ല നമ്മൾ ഉത്തരം പറയേണ്ടത്. ചിലപ്പോൾ നമ്മുടെ സൈലൻസ്, നമ്മുടെ പേഷ്യൻസ് ആയിരിക്കും അവർക്ക് തെറ്റ് മനസ്സിലാക്കാൻ ഒരു അവസരം ഒരുക്കി കൊടുക്കുന്നത്. സോ ഡിയർ സ്റ്റുഡൻസ്, വി ആർ ഗോയിങ് ടു സമ്മറൈസ് അവർ ചാപ്റ്റർ here. If you have any doubt, we will be discussing that in our live section. Thank you.